രണ്ട് വയസ്സന്മാരെ കൊണ്ട് മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നത് വാറിനെക്കുറിച്ചാണ്. എന്തിനോ വേണ്ടി ഈ വാർ തുടങ്ങി. എന്തിനു തുടങ്ങിയെന്ന് അമേരിക്കയ്ക്കും അറിയില്ല, ഇസ്രായേലിനും അറിയില്ല. ഇറാൻ്റെ ആണവായുധ ശേഖരം അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി എത്രത്തോളം ആവാം എന്ന് അന്വേഷിക്കാനും മറ്റു കാര്യങ്ങൾക്കാവും ചിലപ്പോൾ യുദ്ധം തുടങ്ങിയത്. പക്ഷേ എല്ലാം പിടിവിട്ട് തുടങ്ങുകയാണ്. അമേരിക്ക കളിക്കുന്ന ചെറ്റത്തരം അങ്ങനെ തന്നെ വേണം പറയാൻ. ഇതുവരെയായിട്ടും അമേരിക്ക ആക്രമിക്കപ്പെട്ടിട്ടില്ല, അതോർക്കണം. ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും മാത്രമാണ് ഇപ്പം നിലവിൽ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ വരാൻ പോണ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനെല്ലാം മേലെയായിരിക്കും. 2 വർഷത്തും ആൾക്കാർ ചേരാൻ തുടങ്ങും. നിങ്ങൾ വിചാരിക്കും പോലെ ഇറാൻ ഒറ്റയ്ക്കല്ല. ഇറാന് റഷ്യയുടെയും ചൈനയുടെയും നോർത്ത് കൊറിയയുടെയും പക്കാ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവരും വിചാരിച്ചത് ഇറാൻ്റെ 30ഓളം നേതാക്കളെ കൊന്നൊടുക്കിയപ്പോൾ ആ രാഷ്ട്രം തീരും, എല്ലാവരും അങ്ങനെ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആയില്ല. ഈ 30 ആളെ കൊന്നുവെങ്കിൽ അവർക്ക് പകരം 1000 പേര് ക്യൂ നിൽക്കുന്നുണ്ട് ആ പൊസിഷന് വേണ്ടിയിട്ട്. എല്ലാം അറിയുന്ന വ്യക്തമായ ധാരണയുള്ള ആളുകൾ. അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും താങ്ങാൻ പറ്റില്ല. ഇന്ത്യ കളിച്ചത് സേഫായിട്ടുള്ള കളി കളിച്ചത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗൾഫ് രാജ്യങ്ങൾ തകർന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്, മെയിനായിട്ട് കേരളത്തിനെയാണ്. കാരണം നമ്മുടെ ഇഷ്ടം പോലെ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ പണം കൊണ്ടാണ് നമ്മളെല്ലാം മിക്കതും മുന്നോട്ട് ജീവിച്ച് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇടി വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്നത് ഇന്ത്യനെ തന്നെയാണ്. ഒരുപക്ഷെ ഇത്രയും ടൈം എടുക്കാണ്ട് തന്നെ ഇതിനു മുന്നേ ഒരു സന്ധി സംഭാഷണത്തിനായിട്ട്, ഒത്തുതീർപ്പിനായിട്ട് ഇന്ത്യ മുന്നോട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം പലരും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ഗ്യാസ് വരുന്നുണ്ട്, പുതിയ ലോഡ് ഗ്യാസ് വരുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഗ്യാസ് കിട്ടുന്നതെല്ലാം സേവാക്കി വെച്ച സ്ഥാനത്തു നിന്നാണ്. ഇൻകമിങ് ഇല്ല എങ്കിൽ ഉള്ള സമ്പത്ത് കുറഞ്ഞ് ഇത് വരണ്ടു പോകുന്നൊരവസ്ഥ വരും. അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഹോർമസ് കടലിടുക്കിനെ കുറിച്ചാണ്. പിടിച്ചടക്കുന്ന അമേരിക്കയും എന്നാൽ തൊട്ട് നോക്കുന്ന ഇറാനും പറയുന്നുണ്ട്. ഇപ്പോൾ പതിയെ അമേരിക്ക കാലുമാറി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇസ്രയേലും ഇറാനും മാത്രമായിട്ട് യുദ്ധം നിലനിന്ന് പോകുന്നുണ്ട്. പതിയെ UK ഈ ആക്രമണം ബാധിക്കും. അപ്പോഴെല്ലാം ബാധിക്കുന്നത് മലയാളികളെയാണ്, ഇന്ത്യയാണ്. അത് എപ്പോഴും ഓർക്കുക. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, ദയവായിട്ട് നിങ്ങൾ ഈ ഒരു ടൈമിൽ വലിയ ലോണോ അല്ലെങ്കിൽ കടബാധ്യതയോ ഉണ്ടാക്കി വെക്കരുത്. കാരണം അഥവാ ഈ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ചൈനയ്ക്കായിരിക്കുന്നതാണ്. അപ്പോൾ ഇറാൻ പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ചൈനയുടെ കറൻസി ആയിരിക്കും ഇനി എണ്ണക്കപ്പലുകൾ കടന്നു പോകാനായിട്ട് കടലിടുക്കിൽ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ആ കറൻസിയിലാണെങ്കിൽ ഡോളറിൻ്റെ വില ഇടിയും. അത് എൻ്റെ എക്കോണമിനെ ബാധിക്കും. പല കാര്യങ്ങളും തകർന്നു പോകും. യുദ്ധം എപ്പോഴും നമുക്ക് തോന്നും അതൊരു സൊല്യൂഷനാണ്. അല്ല, അതൊരു പ്രശ്നമാണ്, നഷ്ടമാണ്. നിങ്ങൾ ഈവൻ കൺട്രി ജയിച്ചാൽ പോലും ആ രാജ്യത്തെ ജനങ്ങൾക്കും സാമ്പത്തിക സ്ഥിതിക്കും എല്ലാം നഷ്ടമാണ്. അമേരിക്കയെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് യുദ്ധം സോൾവ് ആവട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പോലെ എല്ലാവരെയും പോലെ ആർക്കും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ചുറ്റുപാടും കഷ്ടപ്പാടും എല്ലാം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം.